ഹലോ ഫ്രണ്ട്സ്, ആരും പരീക്ഷിക്കാത്ത ഒരു മിച്ചർ കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 98% പേരും ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നന്നായി ചൂടായിട്ട് വേണം കടുക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കായം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. ചെറു സബോള വെച്ചാൽ 2 സബോള എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് നമുക്കൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉപ്പ് കൂടി ചേർക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സബോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു ജിഞ്ചർ 1 പീസ്, ഗാർലിക് ഒരു 5 പീസ്, ഗ്രീൻ ചില്ലി ഒരു 2 അതെടുത്ത് നന്നായി ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് നേരം നന്നായിട്ട് വാടാൻ വേണ്ടി വെക്കുക. നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാവണം. ആ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി മുളകാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യണേ. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മസാലപ്പൊടിയാണ് കേട്ടോ, ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു നല്ല മസാലയുടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മിച്ചർ കറിയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് റോസ്റ്റഡ് പീനട്ട് നമ്മളൊരു 50 ഗ്രാം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ഗ്രാം അളവിൽ നമുക്ക് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഈ കാഷ്യൂനട്ട് ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. പക്ഷേ ഇത് ഇടുന്നതാണ് ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളച്ച് അതൊരു സെറ്റാകുമ്പോൾ നമുക്ക് അതിലേക്ക് മിക്സർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 150 ഗ്രാം മിക്സ്ചറാണ് എടുത്തിരിക്കണേ. ഇതിൻ്റെ കണ്ടില്ലേ, നമുക്ക് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മിക്സ്ചർ യൂസ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഇങ്ങനത്തെ ഉള്ള ഈ ഗ്രാം ഫ്ലോറിൻ്റെ ഈ ഒരു ഐറ്റം കൂടുതൽ വരുന്ന മിക്സ്ചറാണ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. സാധാ മിക്സ്ചറിൽ ഇങ്ങനത്തെ ഈ വടികളൊക്കെ കൂടുതൽ ഉള്ള ടൈപ്പ് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ വേറെ പീനട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് തന്നെ മതി. ഞങ്ങൾ അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഇത് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ് കേട്ടോ. നന്നായി അത് വേവിച്ചൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മിക്സറിൻ്റെ ഉള്ളിലത്തെ ആ വടികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.